അധികം സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് അവരുടെ ടെസ്റ്റിസിന്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇന്നിനി ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഒളിഗോ എസ്റ്റനോ ടെറട്ടോസ്പെർമിയ എന്ന് പറഞ്ഞ കണ്ടീഷനാണ്, ഓട്സ് എന്ന് പറയും. അത് 3 കണ്ടീഷൻ ഒരുമിച്ചുള്ളതിനാണ് നമ്മൾ ഓട്സ് എന്ന് പറയുന്നത്. 1 ഒളിഗോസ്പെർമിയ, 2 അസ്റ്റനോസ്പെർമിയ, 3 ടെറട്ടോസ്പെർമിയ. പുരുഷന്മാരിൽ വന്ധ്യത അനുഭവിക്കുന്നവർ ഈ കണ്ടീഷനെ കുറിച്ച് കേട്ട് കാണും. അതിനകത്ത് ഒളിഗോസ്പെർമിയ എന്ന് പറഞ്ഞാൽ കൗണ്ട് 15 മില്യണിൽ താഴെ ഉള്ളതിനാണ് നമ്മൾ ഒളിഗോസ്പെർമിയ എന്ന് പറയുന്നത്. അസ്റ്റനോസ്പെർമിയ എന്ന് പറഞ്ഞാൽ റാപ്പിഡ് പ്രോഗ്രസ്, അതായത് ഏറ്റവും നല്ല ചലനശേഷിയുള്ള ബീജാണുക്കളുടെ എണ്ണം 32% കുറവുള്ള കേസുകളെയാണ് നമ്മൾ അസ്റ്റനോസ്പെർമിയ എന്ന് പറയുന്നത്. ടെറട്ടോസ്പെർമിയ എന്ന് പറഞ്ഞാൽ സ്പെർമിന് ഒരു ഹെഡ് ഉണ്ട്, നെക്കുണ്ട്, ടെയിലുണ്ട്. അറിയാം, നമ്മൾ ഗൂഗിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ആ മോർഫോളജിക്കൽ, അതായത് ഈ ഹെഡിലോ നെക്കിലോ ടെയിലിലോ ഏതെങ്കിലും നോർമലായിട്ടുള്ള ഫോംസ് അല്ലാത്ത സ്പെർമിനെയാണ് നമ്മൾ ടെറട്ടോസ്പെർമിയ, അതായത് 4% കൂടുതൽ, അത് 4% താഴെയാണ് നോർമൽ ഫോംസ് ഉള്ള സ്പെർം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ടെറട്ടോസ്പെർമിയ എന്ന് പറയുന്നത്. ഈ 3 കണ്ടീഷനോട് ഒരുമിച്ചുള്ളതിനെയാണ് നമ്മൾ ഓട്സ് എന്ന് പറയുന്നത്. അതിൽ തന്നെ സിവിയർ ഓട്സ് എന്ന് പറഞ്ഞാൽ 5 മില്യണിൽ താഴെ ബീജാണുക്കൾ വരുമ്പോഴാണ് നമ്മൾ സിവിയർ ഓട്സ് എന്ന് പറയുന്നത്. സാധാരണ ഇപ്പോൾ ഒരാൾ കൗണ്ട് കുറവായിട്ട് വരുന്നു, അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ അവർക്ക് വൈറ്റമിൻ ഗുളികകൾ, ആന്റി ഓക്സിഡന്റ്, അത് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ചില മരുന്നുകൾ കൊടുത്താൽ നമുക്ക് 2-3 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ കൗണ്ട് വ്യത്യാസം കാണാറുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള കേസുകളിൽ മരുന്ന് കൊടുക്കുന്നതിന് മുന്നേ എന്തെങ്കിലും ഒരു കാരണമുണ്ടോ, അവർക്ക് ഇത്രയും കൗണ്ട് കുറയാനുള്ള കാരണങ്ങളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനകത്ത് നമ്മൾ അവരുടെ ബ്ലഡ് ടെസ്റ്റുകൾ ആവശ്യമായിട്ട് വരും. ബ്ലഡ് ടെസ്റ്റുകളിൽ നമ്മൾ നോക്കുന്നത് പുരുഷ ഹോർമോണിന്റെ ലെവൽ, ടെസ്റ്റോസ്റ്ററോൺ, സ്ത്രീ ഹോർമോണിന്റെ ലെവൽ. പുരുഷന്മാരിലും സ്ത്രീ ഹോർമോൺ ഉണ്ട്. ആ 2 ലെവലും നമ്മൾ നോക്കി അതിന്റെ റേഷ്യോ എടുക്കും. ആ റേഷ്യോ 10ൽ താഴെയാണെങ്കിൽ അതിന്റെ അർത്ഥം സ്ത്രീ ഹോർമോണിന്റെ ലെവൽ കൂടുതലാണ് എന്നുള്ളതാണ്. സ്ത്രീ ഹോർമോണിന്റെ ലെവൽ കുറയാനുള്ള ഗുളികൾ എടുക്കുന്നത് അവർക്ക് സഹായകരമായിരിക്കും. പിന്നെ നമ്മൾ നോക്കും ടെസ്റ്റിസിന്റെ പ്രവർത്തനം എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ നമ്മൾ FSH LH എന്ന് പറഞ്ഞ ഹോർമോൺ നോക്കും. അതിനകത്ത് FSHന്റെ ലെവൽ കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം ടെസ്റ്റിസിന്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. അങ്ങനെയുള്ള കേസുകളിൽ ടെസ്റ്റിസിന്റെ പ്രവർത്തനം കുറയുകയാണെങ്കിൽ അതിന്റെ അർത്ഥം അവർക്ക് അധികം സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് അവരുടെ ടെസ്റ്റിസിന്റെ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ തന്നെ കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ചിലപ്പോൾ ഈ ടാബ്ലറ്റ്സിന്റെ കൂടെ നമ്മൾ ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യേണ്ടി വരാം. വീണ്ടും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റുകൾ നോക്കും. ബ്ലഡ് ടെസ്റ്റുകൾ അബ്നോർമാലിറ്റീസ് കണ്ടുപിടിച്ചാൽ സ്ത്രീ ഹോർമോണിന്റെ ലെവൽ കൂടുതലാണെങ്കിൽ അത് കുറയാനുള്ള ഗുളികകൾ അവൈലബിൾ ആണ്. ആന്റി ഓക്സിഡൻസ്, വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അതെല്ലാം എടുക്കുന്നത് സഹായിക്കും. അവരുടെ എക്സസൈസ്, ബെല്ലി ഫാറ്റ് കുറയ്ക്കാൻ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ബെല്ലി ഫാറ്റ് കുറയുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ വരാറുണ്ട്. എക്സസൈസ് ചെയ്യുന്നത് നമ്മൾ വ്യത്യാസങ്ങൾ കാണാറുണ്ട്. ഇതൊരു 3 to 6 months നമ്മൾ മെഡിസിൻസ് കൊടുത്തിട്ട് കാര്യമായ, എന്നിട്ട് നമ്മളൊരു കൗണ്ട് റീചെക്ക് ചെയ്ത് നോക്കും, ബ്ലഡ് ടെസ്റ്റ് റീചെക്ക് ചെയ്ത് നോക്കും. കാര്യമായ വ്യത്യാസം കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് IVF അല്ലെ ICSI തന്നെ ആയിരിക്കും നല്ലത്.